നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബേസിക് കാര്യങ്ങളാണ്. ആദ്യം എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വേണ്ടത് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ജോയിൻസും ഒക്കെ മസിൽസും അറിയണം നമ്മൾ എക്സസൈസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രെച്ചസ് സ്റ്റാർട്ട് ചെയ്യും. സ്ട്രെച്ചസ് ആണ് ഫസ്റ്റ് തിങ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മൊത്തം പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ 20 മിനിറ്റിനാണ്. 20 മിനിറ്റ് നമ്മൾ ചെറിയ തോതിലുള്ള എക്സസൈസും സ്ട്രെച്ചസുമായിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, റെഡി? ഞാൻ ഇവിടെ ടി വിയിൽ ടൈമർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ടൈമർ ബേസ്ഡ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുക. ഏകദേശം 45 സെക്കൻഡ്സ് നമ്മൾ വർക്കൗട്ട്, 15 സെക്കൻഡ്സ് റെസ്റ്റ് എന്നുള്ള ഒരു പാറ്റേണിൽ പോകാൻ നോക്കണം. പക്ഷെ സ്ട്രെച്ചസ് ആയ കാരണം നമ്മൾ കുറച്ച് സമയം എക്സ്ട്രാ ചെയ്യും. സ്റ്റാർട്ടിങ് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നക്കിൾസ് മാത്രം ട്വിസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇത് ബാക്ക്വേർഡ്, ഫോർവേഡ്, ബാക്ക്വേർഡ്, സർക്കുലർ മോഷൻസ്. വീണ്ടും അങ്ങനെ 3 റൗണ്ട് ചെയ്യണം. ഇനി കൈ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക ബോഡീനെ. ഇതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലുള്ള ഷോൾഡർ ബ്ലേഡ്സിനെ ഓപ്പൺ ചെയ്യണം. നമ്മുടെ ചെസ്റ്റിനെ ഓപ്പൺ അപ്പ് ചെയ്യണം. നമ്മൾ ഏത് എക്സസൈസ് ചെയ്യുമ്പോഴും ഫസ്റ്റിൽ ചെയ്യേണ്ടത് ബോഡീനെ ഓപ്പൺ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാലിൻ്റെ ഇടയിൽ നമ്മളെപ്പോഴും നമ്മുടെ എന്താ പറയുക മസിൽസ് ഒക്കെ കുറച്ചും കൂടി ഇങ്ങനെ ക്രാമ്പായിട്ടിരിക്കുന്നുണ്ടാവും. അതൊക്കെ മാക്സിമം നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യാൻ നോക്കുക. പിന്നെ നെക്സ്റ്റ് വൺ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വീണ്ടും ചെസ്റ്റ് ഓപ്പൺ അപ്പ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഒരു 10 ടൈംസ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഈ മസിൽസിനോട് നല്ല കടച്ചിലുണ്ടാവും. പക്ഷെ ഇറ്റ്സ് ഓക്കെ, 10 ടൈംസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മൾ കഴുത്തൊന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇതിനെ സർക്കിൾ ചെയ്യാം. ബാക്കിലേക്ക് 10 ടൈംസ്. ഓക്കെ, അത് കഴിഞ്ഞാൽ ഫോർവേഡ് 10 ടൈംസ്. ഓക്കെ, ഡൺ. ചെറുതായിട്ട് റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ്സ് റൊട്ടേറ്റ് ചെയ്യുക. ടെൻ ടൈംസ് ഫോർവേഡ്. ഇനി ബാക്ക്വേർഡ് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ചെറിയൊരു ബ്രേക്ക് എടുക്കുക. ഒന്ന് കൈയും കാലൊക്കെ നടക്കുക. ഇനി നമ്മൾ അര ട്വിസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ബോഡിയുടെ മേൽഭാഗത്ത് നിന്നാണ് താഴത്തോട്ട് വരുന്നത് കേട്ടോ. ഓവറായിട്ട് ട്വിസ്റ്റ് ചെയ്യണ്ട. അവസാനം എടുപ്പ് പിടിച്ചെന്ന് പറയരുത്. അത് കാരണം പറ്റുന്ന സ്ട്രെച്ച് വരെ ട്വിസ്റ്റ് ചെയ്യാം. കാലിങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് ട്വിസ്റ്റ് ചെയ്യുക. കുറച്ച് ഷോൾഡർ ലെങ്ത്തിൽ കാല് വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ബാക്കിലേക്ക് തിരിയുന്നു. ഇപ്പോൾ സൈഡിൽ തിരിയും, ഇപ്പോൾ സൈഡിൽ തിരിയുന്നു, ഇപ്പോൾ സൈഡിൽ തിരിയുന്നു. ആ സ്വിങ് യൂസ് ചെയ്യാം നമ്മുടെ കൈയിൻ്റെ. വീണ്ടും പറയുന്നു, ഓവറായിട്ട് ട്വിസ്റ്റ് ചെയ്യരുത്. ചിലപ്പോൾ ബാക്ക് കൊടുക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ മേലെ കൈമെന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടേക്ക് എത്തി? അരയിലേക്ക് എത്തി. പിന്നെ വേറെ ഒന്നുള്ളത് നമ്മൾ എൽബോ ആണ്. ഞാൻ ചെയ്യാൻ മറന്നു. എൽബോ കൂടി നമുക്ക് ചെയ്യാം. എൽബോ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്ട്രെച്ച് ചെയ്യണം. അടി കൂടെ കൈ ഇങ്ങനെ ആക്കും. വീണ്ടും സ്ട്രെയിറ്റ്, അടി കൂടെ കൈ, സ്ട്രെയിറ്റ്, അടി കൂടെ കൈ. അങ്ങനെ 5 ടൈംസ്. ഓക്കെ, അത് കഴിഞ്ഞ് ഇപ്പുറത്ത് കൈ. 1 2 3 4 5. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ്? അരനെ ഒരു റൗണ്ട് കൂടി അടിക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ മുട്ടുംകാലിക്ക് പോകും. അപ്പോൾ അര ഇങ്ങനെ പിടിച്ചിട്ട് ട്വിസ്റ്റ് ചെയ്യണം. 1
2, 3, 4, 5. ഇനി റിവേഴ്സിൽ 1, 2, 3, 4, 5. ഇവിടെ നമ്മൾ നമ്മുടെ ബോഡി ബാലൻസ് നോക്കണം. അതിനെ വല്ലാണ്ട് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലിമിറ്റ് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അതിനപ്പുറത്തോട്ട് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് എടുപ്പ് കൊടുക്കുക വരും. അപ്പോൾ നമ്മൾ നമ്മുടെ ലിമിറ്റിൽ നിന്നുകൊണ്ട് ചെയ്യാം. ഏതൊരു കാര്യം ഓവർ സ്ട്രെച്ച് ചെയ്യുന്നതിൽ ഒരു ഗുണമില്ല. അപ്പോൾ ഓവർ സ്ട്രെച്ച് ചെയ്യാതിരിക്കുക. ഇവഞ്ച്വലി അതിൽ എത്തും. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനാണ് ഹാംസ്ട്രിങ്സ് എന്ന് പറയാം. ഈ ഹാംസ്ട്രിങ് നമ്മൾ സ്ട്രെച്ച് ചെയ്യണം. അതായത് നമ്മുടെ കാലിൻ്റെ ബാക്കിൽ ഉള്ള മസിൽസ് ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫോർവേഡ് ബെൻഡിങ്. കൈ മാക്സിമം മേലേക്ക് വെക്കുക. ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് മേലോട്ടാക്കിയാൽ നന്നായി സ്ട്രെച്ച്ഡ് ആയി. എന്നിട്ട് മുമ്പിൽക്ക് തല നെറ്റി മുമ്പിൽക്ക് നോക്കണം കേട്ടോ. നോക്കിയിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്യുക. പറ്റുന്നവരെ മാക്സിമം സ്ട്രെച്ച് ചെയ്യാൻ നോക്കുക. പക്ഷെ മാക്സിമം ലിമിറ്റിനെ ക്രോസ് ചെയ്ത്. അപ്പൊ ഈ ഭാഗത്ത് നല്ല വലിവുണ്ടാവും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൈ ഇതാ മുമ്പിൽ കൊടുക്കുന്നത്. എനിക്കും ടച്ച് ചെയ്യാനൊന്നും പറ്റൂല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എൻ്റെ ബോഡിനെ കൂടുതൽ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ബെൻഡ് ചെയ്യും. പക്ഷെ മാക്സിമം നമ്മൾ ബെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഇങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെറ്റി മുന്നോട്ട് നോക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മാക്സിമം സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. എന്നിട്ട് ഈ സ്ട്രെച്ച് ഒരു 5 ടൈംസ് 2, 3, 4, 5. ഇവിടെ അത്യാവശ്യം സ്ട്രെച്ച് ആയിട്ടുണ്ടാവും. ഇതിന്റെ പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇത് എളുപ്പമുള്ള പരിപാടി ഇതാണ്. മുമ്പിലേക്ക് നോക്കുക, ഫോർവേഡ് ബെൻഡ് ചെയ്യുക. ഓക്കെ, ഫോർവേഡ് ബെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം തന്നെ ബാക്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇത്ര വല്ലാണ്ട് ഓവറായിട്ട് ബാക്കിലേക്ക് ആക്കരുത് കേട്ടോ. ഇത് യോഗയുടെ രീതിയാണ്. നമ്മൾ എന്ത് ചെയ്യണോ അതിന്റെ റിവേഴ്സ് ആയിട്ടും ചെയ്യണം എന്നുള്ളത്. ഓക്കെ, വീണ്ടും ഫോർവേഡ് ബെൻഡ്. മാക്സിമം കൈ സ്ട്രെച്ച് ചെയ്യുക. പിന്നെ കൈ വിടുക, മുമ്പിലേക്ക് നോക്കിയിട്ട് ആയില്ലേ. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബാക്ക് ബോണിനെ സ്ട്രെച്ച് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിനെന്താ ചെയ്യണം? മുട്ടുംകാല് കുത്തിയിട്ട് ഇരിക്കുക. ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ പൂച്ച രൂപത്തിൽ, കാറ്റ് കൗ എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ആദ്യം അളക്കുന്നു മുട്ടും കൈ വെച്ചിട്ട്. മുട്ടുംകാലിന് മുട്ടും കൈ ഒരു കൈ അളവ്, പിന്നെ അവിടുന്ന് ഒരു കൈപാദ അളവ്. അപ്പൊ നമ്മൾ ഇങ്ങനെ നിൽക്കണം. ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യണത്? ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ മേലേക്ക് മാക്സിമം ചന്ദ്രക്കല പോലെ വളക്കാൻ നോക്കുക. ഇങ്ങനെ ഒരു 2 സെക്കൻഡ്സ് 3 സെക്കൻഡ്സ് അവിടെ ഹോൾഡ് ചെയ്യുക. ഒരു 5 സെക്കൻഡ്സ് എങ്കിലും. എന്നിട്ട് ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ഈ ഭാഗം മാക്സിമം കേർവി ആക്കാൻ നോക്കുക. അതുപോലെ തന്നെ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നാവ് പുറത്തേക്ക് വിടുക. താടിയിൽ കഴുത്തിന്റെ ഇവിടെ, അതായത് താടിയിൽ ചെസ്റ്റുമേ ടച്ച് ചെയ്യിക്കാൻ നോക്കുക. ഇങ്ങനെ. അപ്പോൾ മാക്സിമം സ്ട്രെച്ച് നമുക്ക് കിട്ടും. അപ്പോൾ 5 ടൈംസ് ഇത് ചെയ്യണം. ഓക്കെ, നമ്മൾ ബാക്ക് സ്ട്രെച്ച് ചെയ്യും. ഇനി അടുത്ത ചൈൽഡ് പോസ് എന്ന് പറയും. ഇതൊക്കെ യോഗാസനത്തിലും കൂടി ഉണ്ട്. അതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല. ഓക്കെ, അതിലെന്താ ചെയ്യണേ? കൈ ഇതേപോലെ മാക്സിമം സ്ട്രെച്ച് ചെയ്ത് നമ്മൾ ഫോർവേഡ് ബെൻഡ് ചെയ്യണം. കുട്ടികൾ കിടക്കണ പോലെ, ചെറിയ കുട്ടികൾ കിടക്കണ പോലെ നെറ്റി താഴെ തട്ടിക്കണം. ആ പൊസിഷനിൽ കുറച്ച് നേരം നിൽക്കുക. ഒരു 3 സെക്കൻഡ്സ്. അതും നമ്മുടെ കൈ മാക്സിമം സ്ട്രെച്ച് ചെയ്യണം, ബാക്ക് സ്ട്രെച്ച് ചെയ്യണം.
ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് കൂട്ടണം, കൈമുള്ള സ്ട്രെങ്ത് കൂട്ടണം. കാരണം നമ്മുടെ എക്സസൈസിൽ കുറച്ച് കഴിയുമ്പോൾ പുഷപ്പ് ഒക്കെ വരും. പുഷപ്പ് ഞാനിപ്പോഴും ഇതുവരെ ശരിക്കും ചെയ്തു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഹാഫ് പുഷപ്പ് എന്ന് പറയും. എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടുംകാല് കുത്തി വെക്കുക, എന്നിട്ട് താഴെ കിടക്കുക. അതിനുശേഷം കൈയെ നെഞ്ചിന്റെ 2 സൈഡിൽ കൊണ്ടുവരിക. അതായത് നമ്മുടെ ബ്രസ്റ്റിന്റെ 2 സൈഡിലായിട്ട് കൊണ്ടു വെക്കുക. എന്നിട്ട് ലിഫ്റ്റ് ചെയ്യാം തന്നെ. അപ്പൊ നമ്മുടെ ബോഡി ഈ ഒരു അലൈൻഡ് ആംഗിളിൽ നിൽക്കണം. ഓക്കെ, അല്ലെങ്കിൽ കൈ ഒരു പൊടിയും കൂടി ബാക്കിലേക്ക് വെച്ചോ, നിങ്ങളുടെ കംഫേർട്ട് പോലെ. എന്നിട്ട് അടിയിക്ക് പോവുക, മേലേക്ക് വരിക. ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഫസ്റ്റില്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അടിയിക്ക് പോവുക, മേലേക്ക് കൊണ്ടുവരാൻ നോക്കുക, നേരത്തെ കൊള്ളും. ചിലപ്പോൾ കൂടുതൽ ആൾക്കാർ എന്താ ചെയ്യുക, ഇങ്ങനെ പൊന്താൻ നോക്കും. നല്ലതല്ല, വയറ് വല്ലാണ്ട് ബെൻഡ് ചെയ്യും. അതായത് നമ്മുടെ വയറിന്റെ വെയിറ്റ് മുമ്പിലോട്ട് കൊണ്ടുവരാനാ ശ്രമിക്കുക. അപ്പൊ അത് ഒഴിവാക്കാൻ നോക്കുക. ഓക്കെ, ഇനിയിപ്പോ അത് ചെയ്യാൻ പറ്റണില്ലേ, ഇറ്റ്സ് ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാം, കൈന് സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഇതാ ഇങ്ങനെ നിൽക്കാം. ഇതിനെ പ്ലാങ്ക് പൊസിഷൻ എന്ന് പറയും. ഇങ്ങനെ കുറച്ചു നേരം ഹോൾഡ് ചെയ്ത് നിൽക്കുക. ഇതിനെ ഫുൾ പ്ലാങ്ക് എന്നാ പറയാ. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൈ എപ്പോഴും ഷോൾഡറിന്റെ മേലെയാണോ, ഇങ്ങനെ ഇങ്ങനെ ആവരുത്. നിങ്ങളുടെ ഷോൾഡറിന്റെ, അതായത് ചെസ്റ്റിന്റെ മേലെ ആയിരിക്കണം കൈ. അപ്പോഴാണ് ഫുൾ പ്ലാങ്ക് ആവുന്നത്. അതായത് കണ്ടോ, ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മുട്ടുകാല് കുത്തി വെച്ചിട്ട് ജസ്റ്റ് പ്ലാങ്കിൽ നിന്നാൽ മതി. പിന്നെ ഹാഫ് പ്ലാങ്ക് എന്നും പറയും. ഇങ്ങനെ നിൽക്കുക. കൈ എപ്പോഴും മുമ്പിലോട്ട് ഇങ്ങനെ നിൽക്കരുത് കേട്ടോ. ബാക്ക് ഇങ്ങനെ പൊന്തിയിട്ട് അങ്ങനെ ആക്കരുത്. വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിന് ബാക്കിൽ കയറ്റും. അപ്പൊ മാക്സിമം സ്ട്രെങ്ത് നിങ്ങൾക്ക് വരുന്നതാണ്. ഏത് എക്സസൈസിലും പുഷപ്പും പുള്ളപ്പും ഭയങ്കര യൂസ്ഫുൾ ആണ്. ഈ 2 എണ്ണം എനിക്ക് മൊത്തത്തിൽ ചെയ്യാറുള്ളൂ അറിയില്ല. പുഷപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ചെസ്റ്റ് ഓപ്പൺ അപ്പ് ചെയ്യും. പുള്ളപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്കിൻ്റെ മസിൽസ് ഒക്കെ സ്ട്രെങ്ത് കൂടും. അപ്പോൾ പുഷപ്പ് നിന്ന് തുടങ്ങാം, പുള്ളപ്പ് പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം. ഓക്കെ, അത് 1 മിനിറ്റ് ആയില്ലേ. അതുകൊണ്ട് നമ്മൾ കുറെ നേരം ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ ഈ ഭാഗം വേദനിക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും അവിടെ റൗണ്ട് കൊടുക്കണം, സർക്കിൾ ചെയ്യാം. അപ്പോൾ ആ ഒരു ഭാഗം സ്ട്രെച്ച്ഡ് ആവുകയാണ്. ഓക്കെ, ഇനി നമുക്ക് 8 മിനിറ്റ് ഉണ്ട്. 8 മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ചെറിയ തോതിലുള്ള കാർഡിയോ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ സ്ട്രെച്ചസ് നമ്മൾ കഴിഞ്ഞു, ആവശ്യത്തിന് സ്ട്രെച്ച് ചെയ്തു. ഇനി നമ്മൾ ജമ്പ് ചെയ്യാൻ തുടങ്ങും. നോർമൽ ജമ്പിങ്, ജസ്റ്റ് നമ്മൾ ഈ വിരലിന്റെ തറ്റം വെച്ചിട്ട് ഇങ്ങനെ, ഇമാജിൻ യു ആർ ഹാവിങ് എ സ്കിപ്പിംഗ് റോപ്പ്. അപ്പൊ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി. സ്കിപ്പിംഗ് റോപ്പ് വേണമെന്നില്ല, ഉണ്ടെങ്കിൽ ചെയ്തോ. സ്കിപ്പിംഗ് വെച്ചിട്ട് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക, എത്ര ഉള്ളൂ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 30 സെക്കൻഡ്സേക്ക് ജമ്പ് ചെയ്യും. ഓക്കെ, ഭയങ്കര ഹൈറ്റ് വേണം നിർബന്ധമില്ല, ചെറിയ ചാട്ടം മതി. ബേസിക്കലി നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ഇളകണം. more seconds to go. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും ആദ്യത്തില്. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് 1 മിനിറ്റ് 1.5 മിനിറ്റ് ഒക്കെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ചാടാൻ പറ്റും. ഇത് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്തേക്ക് നിങ്ങൾക്ക് മാക്സിമം പെയിൻ വരാം. പിറ്റേന്ന് രാവിലെയും ചിലപ്പോൾ പെയിൻ വരാൻ സാധ്യതയുണ്ട്. ഇറ്റ്സ് ഓക്കെ, അത് മാറിക്കോളും. ചെറിയൊരു ബ്രേക്ക് എടുക്കുന്നു, 15 സെക്കൻഡ്സ്, വീണ്ടും ജമ്പ് ചെയ്യണം. ഡൺ. കാലിന് നല്ല കടയുണ്ടാവില്ലേ ബാക്കില്. പോസ് ചെയ്യും.